നമ്മൾ ഇന്നലെ കണ്ടത് രാഹുൽ ഗാന്ധിയുടെ ഷോ ആണെങ്കിൽ ഇന്ന് കാണാൻ പോകുന്നത് സ്മൃതി ഇറാനിയുടെ വലിയ ഒരു മാസ് റോഡ് ഷോ ആണ്. എന്നാണെങ്കിലും വയനാട് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ ദേശീയ തലത്തിൽ വലിയ തോതിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം, ദേശീയ മാധ്യമങ്ങളൊന്ന് തമ്പടിക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു നാഷണൽ ലെവൽ തലത്തിലേക്കാണ് വയനാട് ഉയർന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ സ്മൃതി ഇറാനി രാവിലെ 8:30 ഇവിടെ എത്തും. 9 മണിയോടെ അവരുടെ റോഡ് ഷോ ആരംഭിക്കും. 10 മണിയോടെ കെ സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം. അതിനുശേഷം സ്മൃതി ഇറാനി മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നമ്മോടൊപ്പം ശ്രീ സന്ദീപ് ജി വാര്യർ ചേരുന്നുണ്ട്. എങ്ങനെ ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടം വരെയായി? ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. 8:30 വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് BJP NDA പ്രവർത്തകരോട് വന്നു ചേരും. 8:30 സ്മൃതി ഇറാനിജി ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങും. തുടർന്ന് 9 മണിയോടുകൂടി തന്നെ ഇവിടുന്ന് റോഡ് ഷോ ആയിട്ട് ആരംഭിക്കും. ഏകദേശം 11 മണിയോടുകൂടിയിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ തയ്യാറായി കഴിഞ്ഞു. പ്രവർത്തകരൊക്കെ വളരെ ആവേശത്തിലാണ്. മുഴുവൻ പ്രവർത്തകരും ഇവിടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും അവരെല്ലാം ബസ്സുകളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുക. ഈ മാസ് ആൾക്കൂട്ടങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ പ്രചരണത്തിന് വിഷയമാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നമ്മൾ കണ്ടതാണ്. 10,000-ലേറെ പേർ ഈ റോഡ് ഷോയിൽ പങ്കെടുത്തു എന്നാണ് കോൺഗ്രസും UDF ഒക്കെ അവകാശപ്പെടുന്നത്. ഇന്നിപ്പോൾ ആ ഒരു റോഡ് ഷോയെ മറികടക്കുന്ന തരത്തിലുള്ളൊരു ആൾക്കൂട്ടം BJPയുടെ റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. നോക്കൂ, 2 തരത്തിലുള്ള ജനക്കൂട്ടമുണ്ട്. ഒന്ന് ഒരു മാനേജ്ഡ് ക്രൗഡും ഉണ്ട്, അതല്ലാതെ ജനങ്ങൾ സ്വമേധയാ ആവേശം കൊണ്ട് വരുന്ന ജനക്കൂട്ടമുണ്ട്. ഇന്നലെ നിങ്ങൾ കണ്ടത് ഒരു മാനേജ്ഡ് ക്രൗഡാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ യുഫേറിയ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ വയനാട് ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ടുള്ള ഒരു മാനേജ്ഡ് ക്രൗഡായിരുന്നു. പക്ഷെ ഇന്ന് സംഭവിക്കാൻ പോകുന്നത് ആവേശം കൊണ്ട് ഒരുപക്ഷെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മത്സരിക്കുന്നു. സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. സ്മൃതി ഇറാനിയെ പോലെ രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയിട്ടുള്ള ഈ രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയയായിട്ടുള്ള വനിതാ നേതാവ്, ഒരു ക്യാബിനറ്റ് മന്ത്രി, അവർ തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് വേണ്ടി വയനാട്ടിൽ വന്നു ചേരുന്നു. അങ്ങനെ വലിയൊരു ആവേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രവർത്തകർ ഇങ്ങോട്ട് വരാൻ പോകുന്നത്, പൊതുജനം വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 2 ക്രൗഡിനെയും വ്യത്യസ്തമായ രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത്. ഏകദേശം എത്ര പേര് പങ്കെടുക്കുന്നതാണ് നമ്മുടെ ഒരു കണക്ക്? ഈ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് പ്രവർത്തകർ ഓരോ സ്ഥലത്തും വരുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് മാത്രമല്ല, സ്വന്തം വാഹനങ്ങൾ വരുന്നവരുണ്ട്. പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള വാഹനങ്ങൾക്കപ്പുറം സ്വമേധയാ സ്വന്തം കാറുകളിലും ബൈക്കുകളുമായിട്ട് ധാരാളം ചെറുപ്പക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അതിന് കൃത്യമായിട്ടൊരു കണക്ക് നമുക്ക് കാണാമല്ലോ, കുറച്ച് കഴിയുമ്പോൾ കാണാമല്ലോ. ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു സാന്നിധ്യമാണ് കഴിഞ്ഞ 2019 മുതൽ വയനാടിനെ ദേശീയ തലത്തിൽ വലിയ തോതിൽ തന്നെ ശ്രദ്ധേയ കേന്ദ്രമാക്കിയത്. ഇന്നിപ്പോൾ ഇത്തവണ ആനിരാജ CPIയുടെ ദേശീയ നേതാവ് മത്സരിക്കുന്നു. ഒപ്പം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു. എന്താണ് കെ സുരേന്ദ്രൻ തന്നെ നേരിട്ട് മത്സരിക്കുന്നതിലൂടെ നൽകുന്ന മെസ്സേജ്? പ്രത്യേകിച്ച് 4.25 ലക്ഷത്തിലധികം ഭൂരിപക്ഷമുള്ള UDFന് വലിയൊരു മെജോറിറ്റി ഉണ്ട് എന്ന് കണ്ണടച്ച് പറയാൻ കഴിയുന്ന മണ്ഡലത്തിൽ എന്താണ് അതുകൊണ്ടൊരു മെസ്സേജ്? ഇത് ജനാധിപത്യ രാജ്യമാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും അതിന്റെ സ്പിരിറ്റിൽ, ജനാധിപത്യത്തിന്റെ സ്പിരിറ്റിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പണ്ട് മുതലേ ഉള്ള ശീലം. എത്ര വലിയ നേതാവാണെങ്കിലും ജനങ്ങൾക്ക് അവർക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള ഒരു സ്പേസ് വേണം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം വേണം. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിനെ ആർക്കെങ്കിലുമൊക്കെ എതിരാളികളില്ലാതെ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടാകരുത്. അങ്ങനെയാണല്ലോ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആരും പോകരുത്. ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നൊരു വ്യാജ സർവേ മനോരമ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. മനോരമയുടെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ വ്യാജ സർവേ ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ നിഷ്കളങ്കരായിട്ടുള്ള ജനങ്ങൾ ഇതാ ഞങ്ങൾക്കൊരു പ്രധാനമന്ത്രിയെ വയനാട്ടിൽ നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷയോടുകൂടി വോട്ട് ചെയ്ത ജനങ്ങളാണ്. വാസ്തവത്തിൽ അവർ വഞ്ചിക്കപ്പെട്ടു. അപ്പോൾ കോൺഗ്രസ് നേതൃത്വവും മനോരമയും ചേർന്ന് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവർ വലിയ പ്രതിഷേധത്തിലാണ്. കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നോക്കൂ, അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടാനുണ്ടായ കാരണം അമേഠിയെ അവഗണിച്ചതായിരുന്നു. 16ാം ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലെ ലോക്സഭാ അംഗം എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് 52% ഈ 17ാം ലോക്സഭയിൽ വയനാടിന്റെ ജനപ്രതിനിധി നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് കേവലം 51%. അതായത് അമേഠിയേക്കാൾ കൂടുതൽ വയനാടിനെ അവഗണിച്ചിരിക്കുകയാണ്.
കേവലം 9 തവണയാണ് അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വന്നത് 5 വർഷത്തിനുള്ളിൽ. വയനാടിന്റെ ജനങ്ങളുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളിൽ എവിടെയും രാഹുൽ ഗാന്ധി ഒരു MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിലുണ്ട്, വോട്ടർമാർക്കിടയിലുണ്ട്. അത് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള വികാരമായി ഇവിടെ അലയടിക്കാൻ പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ റോഡ് ഷോയിൽ കൊടികളും ഒന്നും ഉപയോഗിക്കാതെയാണ് UDFന്റെ പ്രവർത്തകർ അണിനിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം പ്ലക്കാർഡുകൾ പിടിച്ച് അതിന്റെ ഒരു രാഷ്ട്രീയ സന്ദേശം അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മുഖം മാത്രം മതി തെരഞ്ഞെടുപ്പ് ജയിക്കാനെന്നുള്ളതാണ്. BJP അങ്ങനെ കരുതുന്നുണ്ട്. നോക്കൂ, അവർ പറയുന്നത് കഴിഞ്ഞ 2019 അവരുടെ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാകളായിരുന്നു വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിലൊക്കെ ഇത് വലിയ ഈ മുസ്ലിം ലീഗ് പോലെ രാജ്യത്തിന്റെ വിഭജനത്തിന് ഉത്തരവാദിയായ ഒരു സംഘടനയുടെ സഹായത്തോടുകൂടി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നൊരു പ്രചരണം അവിടെ സ്വാഭാവികമായി സംഭവിച്ചിട്ടതാണ്. ആ പ്രചരണത്തിനെ മറികടക്കാനാണ് ഇത്തവണ കൊടി ഉപേക്ഷിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ BJPയുടെ പ്രചരണത്തെ ഭയന്ന് അല്ലെങ്കിൽ നരേന്ദ്രമോദിയും അമിത്ഷായും എന്തെങ്കിലും പറഞ്ഞാൽ ഭയന്ന് കൊടി ഉപേക്ഷിക്കുന്നവർ നാളെ നരേന്ദ്രമോദിയും അമിത്ഷായും എന്തെങ്കിലും പറയുമോ എന്ന് ഭയന്ന് വയനാടിനെ ഉപേക്ഷിക്കില്ലേ? അപ്പൊ ഇന്ന് കൊടി ഉപേക്ഷിച്ചവർ നാളെ വയനാടിനെ ഉപേക്ഷിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി അമിത്ഷായെയും പരാജയപ്പെടുത്താൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് സ്വന്തം കൊടി സംരക്ഷിക്കാൻ ഉള്ള കഴിവ് പോലുമില്ല, ഗട്സ് പോലുമില്ല എന്നുള്ളതാണ് ഇന്നലത്തെ റോഡ് ഷോയിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ മോദിയെയും അമിത്ഷായെയും ഭയന്ന് കൊടി ഉപേക്ഷിച്ചവർ മോദിയുടെയും അമിത്ഷായുടെയും സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രന് മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ച വയനാട്ടിൽ കാണേണ്ടി വരും. എന്നാണെങ്കിലും അവസാന മണിക്കൂറുകളാണ് ഈ റോഡ് ഷോയ്ക്കുള്ളത്. 9 മണിക്ക് തന്നെ ആരംഭിക്കുന്നു കരുതാം അല്ലേ? തീർച്ചയായിട്ടും കൃത്യസമയത്ത് റോഡ് ഷോ ആരംഭിക്കും. ഏകദേശം 2 മണിക്കൂർ നേരം റോഡ് ഷോ ഉണ്ടാകും. 11 മണിയോടുകൂടി തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം ചേർന്നതിന്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കൊടി ഉപേക്ഷിച്ചവർക്കാണോ വയനാടിനെ ഉപേക്ഷിക്കില്ല എന്ന് പറയാനാകില്ല എന്ന നിരീക്ഷണമാണ് സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ളത്.